സുജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ പല പല പാചക പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെമൺ റൈസാണ്. അപ്പോൾ ഇന്ന് ലെമൺ റൈസാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കപ്പലണ്ടി, കരിവേപ്പില, നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, നാരങ്ങാനീര്, ബസ്മതി അരി പാകത്തിന് വേവിച്ചത്, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് കടായി ചൂടാക്കാൻ വയ്ക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കരിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനി വേവിച്ച് വെച്ച ബസ്മതി അരി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്വാദിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച നാരങ്ങ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഈ നാരങ്ങയുടെ തൊലി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോഴേക്കും ചോറൊരു മഞ്ഞ കളറായിട്ട് വരും. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില വിതറി കൊടുക്കാം. നമ്മുടെ ലെമൺ റൈസ് റെഡിയായി കഴിഞ്ഞു. ലെമൺ റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മുതിർന്നവരുടെ സഹായത്തോടെ വേണം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണേ. ബൈ.